പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. ഒരു വാക്കുമതി എനിക്കതു മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 9 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിരക്കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വന്നാൽ നീ ഉയർന്ന നിലയിലെ അഭിഷേകം അനുഭവിക്കാനിടയായിത്തീരും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം അതിൻ്റെ 46 വാക്യത്തിലേക്ക്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു, അവൻ അരം മുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. പ്രിയരെ, നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ മേളിലേക്ക് യഹോവയുടെ കൈ വരികയാണ്. ആ സമയത്തവൻ ആഹാബിൻ്റെ രഥത്തിന് മുമ്പായി അരമുറുക്കിക്കൊണ്ട് ഓടിയതായി കാണുകയാണ്. ആഹാബിനെ ഈ സമയത്ത് കാണിക്കുന്നത് എതിര് അല്ലെങ്കിൽ വിരോധം അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തിയായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് യഹോവയുടെ കൈ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ വന്നാൽ നിങ്ങളുടെ വിരോധങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ എതിരുകളുടെ മുമ്പിൽ, നിങ്ങളെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ മുമ്പിലേക്ക് നിങ്ങൾ കാൽ വയ്ക്കാൻ പോവുകയാണ്. ഉയർന്ന തലത്തിലുള്ള ഒരു അഭിഷേകം പ്രാപിപ്പാൻ യഹോവയുടെ കൈ നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം 8 വാക്യത്തിലേക്ക്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തെ ഒരേപോലെ സ്വീകരിക്കാം. ഹല്ലേലൂയ. ഇതാ വഴിയടഞ്ഞ് ഇനി മുമ്പോട്ട് മാർഗമില്ലെന്ന് പറയുന്ന 120 പേരുടെ മേളിലേക്ക് വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് അവരുടെ മേളിലേക്ക് വരികയാണ്. അവരുടെ മുകളിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയായി വെളിപ്പെടുമ്പോൾ അവരുടെ മേലുള്ള വാഗ്ദത്തം നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യഹോവയുടെ കൈ നിങ്ങളുടെ മേലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിരുകൾ വിശാലമാകാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നലെ ജീവിച്ചതുപോലെ ആയിരിക്കത്തില്ല. ഇന്നലകളുടെ വേദനകളിൽ, ഇന്നലകളുടെ വിഷമങ്ങളിൽ അല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉയർന്ന ഒരു തലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാൻ പോവുകയാണ്. 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ, 1ാമത്തെ നിലയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ 2ാമത്തെ നിലയിലേക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള പദത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, നീ ഉയർന്ന തലത്തിലോട്ട് വരാൻ പോവുകയാണ്. ഇന്നലകളിൽ നിന്നെ ലജ്ജിപ്പിക്കുമെന്ന് പറഞ്ഞതിൻ്റെ മുകളിലോട്ട് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളൊരു വിടുതൽ ലഭിക്കാതെ നിൽക്കുന്നവരാണോ? അസാധ്യമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 34 വാക്യത്തിൽ മറിയ ദൂതനോട് ചോദിക്കുകയാണ്, ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? 35 വാക്യം
നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നത് മുഴുവൻ നടപ്പാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മുകളിലേക്ക് വരാൻ പോവുകയാണ്. അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ നിഴലിടാൻ പോവുകയാണ്. നിങ്ങൾ ഉയർന്ന തലത്തിലോട്ട്, ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞതിന് മുഴുവൻ സാധ്യമാക്കുന്ന ഒരു തലത്തിലോട്ട് നിങ്ങൾ കയറാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-35 വാക്യം. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിളിച്ചു പറയും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേളിലോട്ട് വരാൻ പോവുകയാണ്, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേളിൽ നിഴലിടാൻ പോകുന്നു. ഈ ജാനുവരി മാസം തന്നെ ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ലോകം അസാധ്യമെന്ന് പറഞ്ഞ ചിലത് എൻ്റെ ദൈവത്താൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഉയർന്ന തലം വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 11 അതിൻ്റെ 21 വാക്യം. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. പ്രിയരെ, ഈ വായിച്ചു കേട്ട വചന പശ്ചാത്തലം അന്ത്യോക്യ സഭയുടെ പശ്ചാത്തലമാണ്. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലിൽ വന്നാൽ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത് സാധിക്കുവാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു ഉയർന്ന തലത്തിലെ അഭിഷേകത്തിന് വേണ്ടി വിശ്വസിച്ചാട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളെ ഉയരത്തിലേക്ക് നടത്താൻ പോകുന്നു. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായിട്ട് വലിയ ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേളിൽ വരട്ടെ, ദൈവത്തിൻ്റെ കരം ഇവരുടെ മേളിൽ വരട്ടെ, ഇവരെ അസാധ്യതകൾ സാധ്യമായി തീരട്ടെ. ഇവർ ഇന്ന് വലിയൊരു എഴുന്നേൽപ്പ് ഇവരുടെ മേളിൽ സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ഇവർ അത്ഭുതം കാണട്ടെ. കർത്താവിൻ്റെ കരം ഇവരുടെ മേളിൽ വന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന നമ്പറുകളിലേക്ക് വേഗത്തിൽ വിളിക്കണം. ഹല്ലേലൂയ. വാട്സാപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ ഈ 2024 നടക്കട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.